സത്യേട്ടന് എപ്പോഴും അപ്പുറത്തെ ഡോക്ടറെ പറ്റി കുറ്റമല്ലേ പറയാറുള്ളൂ. പക്ഷെ എന്തെങ്കിലും ഒരു സഹായത്തിന് അവരേ ഉണ്ടാവും. ഇവിടെ ഇപ്പൊ എന്ത് സഹായമാണ് ഇപ്പൊ അത്ര അത്യാവശ്യപ്പെട്ട് വേണ്ടി വന്നത്? കുറച്ചു ദിവസം സത്യേട്ടൻ ഇവിടെ ഇല്ലാന്നുള്ള കാര്യം ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറയാം, ഒരു ടെൻഷനും വേണ്ട, എന്ത് സഹായം വേണമെങ്കിലും അവരോട് ചോദിച്ചാൽ മതിയെന്ന്. ആർച്ചേ, ഞാൻ പോണ കാര്യം തീരുമാനമായില്ല, അതിനുമുമ്പേ സഹായിക്കാൻ ആളുമായോ? ഇനി അതിനും കുറ്റം കണ്ടുപിടിച്ചോ? ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് മറ്റുള്ളവരെ സഹായം വേണ്ടത്. ഇനി അതിനും ഉടക്കിട്ടോ. ഇപ്പോഴേ ഇതാണ് അവസ്ഥയ്ക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവൻ ഫുൾ ടൈം ഇവിടെ ആയിരിക്കും. ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല. ഇതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂല. സത്യേട്ടാ, അച്ഛൻ ഇന്നലെ വിളിച്ചിരുന്നു. നമ്മളെന്താ അങ്ങോട്ട് ചെല്ലാത്തേന്ന് ചോദിച്ചു. നിനക്ക് പറയാൻ പാടില്ല എനിക്ക് ഭയങ്കര തിരക്കാണെന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ പറയാ, സത്യപാലിന് തിരക്കാണെങ്കിൽ വരണ്ട, എന്നോട് ഒറ്റയ്ക്ക് ചെല്ലാൻ. നീ ഇവിടുന്ന് പോയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ എങ്ങനെ നടക്കും ആർച്ചേ? ഓ, അതാണല്ലോ എന്റെ പണി. സത്യേട്ടാ, ഞാൻ പറയുന്നത് എന്റെ അച്ഛനെ കാണാൻ പോകുന്ന കാര്യമാ. അത് ഇനി അത്ര നിർബന്ധമാണെങ്കിൽ നീ പൊക്കോ. പക്ഷെ രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു പോരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്നില്ല. 2-3 ദിവസം നിൽക്കാൻ പാകത്തിനാണെങ്കിൽ ഞാൻ പോവുള്ളൂ. 2-3 ദിവസോ? അതൊന്നും നടക്കത്തില്ല. ആർച്ച ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ച് ഭ്രാന്താവും. ഇതെന്താണ് പുതിയ കറി? ഉടച്ചു കറി വെക്കാനാ? അർച്ച, അച്ഛൻ വിളിച്ചിരുന്നോ? അച്ഛനോ? അത് പറഞ്ഞ അച്ഛൻ ഇങ്ങനെ നിന്നെ ഇങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞില്ലേ, അങ്ങോട്ട് കുറച്ച് ദിവസം നിൽക്കാനായിട്ട്. അത് സത്യേട്ടനോട് ഞാൻ പറഞ്ഞപ്പോൾ സത്യേട്ടൻ അത് മൈൻഡ് ചെയ്തില്ല. ഓരോ തിരക്കും പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി. ഇപ്പോഴാണെങ്കിലോ തിരക്ക് വീണ്ടും കൂടി. ഇനിയിപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോവാൻ നീ. എന്നാലും ഒരച്ഛൻ മകളെ കാണണമെന്ന് പറയുമ്പോൾ പോവാതിരിക്കാന്നൊക്കെ പറയണതുണ്ടല്ലോ ആർച്ച, അത് ഭയങ്കര മോശമാണ്. അതെ, ഞാനൊരു കാര്യം പറയാം ആർച്ചേ, നിങ്ങളൊരു 3-4 ദിവസം അവിടെ പോയി നിൽക്കേ. ഞാനെന്തായാലും ഇല്ലല്ലോ, ആ ദിവസം നിങ്ങൾ അവിടെ പോയി നിൽക്കേ. അച്ഛന് സന്തോഷമാവട്ടെ. സത്യേട്ടൻ ഓരോ സമയത്ത് ഓരോ തോന്നലാ. അന്ന് ചോദിച്ചപ്പോൾ വിട്ടിരുന്നെങ്കിൽ പോവായിരുന്നു. ഇന്നിപ്പോ എനിക്കും തിരക്ക് കൂടി. വരുന്ന 2 ആഴ്ച പഞ്ചായത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഏറ്റിട്ട് ഇവിടുന്ന് സ്ഥലം വിടുന്നത് ശരിയാണോ? പഞ്ചായത്തിൽ എന്താ ഇത്ര വലിയ കാര്യങ്ങള്? പഞ്ചായത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ സത്യേട്ടനോട് പറയാൻ പറ്റുമോ? എന്റെ ആർച്ച, അതൊക്കെ ഒന്നും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വീട്ടിലോട്ട് പോവാൻ നോക്ക്. അതെങ്ങനാ? സത്യേട്ടന്റെ തിരക്കൊക്കെ സത്യേട്ടന് മാറ്റി വെക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ എന്റെ കാര്യങ്ങള്. ആർച്ചേ, നിനക്ക് ഒരു തിരക്കുമില്ല. ഇതൊക്കെ നിന്റെ നമ്പറാണ്. എന്റെ അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഇത്രയും നാൾ വീട്ടിൽ പോകണമെന്ന് നമ്മൾ ബഹളമായിരുന്നു. ഇപ്പോൾ പോകാൻ പറഞ്ഞപ്പോൾ അവൾക്ക് പോകണ്ട. എൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. ഒരു 3-4 ദിവസം ഞാനിവിടെ കാണില്ലല്ലോ, അപ്പോൾ സർവ്വ സ്വാതന്ത്ര്യമായി. അങ്ങനെ വന്നപ്പോൾ അവൾക്ക് അച്ഛനും വേണ്ട, വീടും വേണ്ട. ഇനി ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ തുള്ളിച്ചാടി പോയേനെ. മനസ്സിലായില്ല. ഇതിൽ എന്താ ഇത്ര മനസ്സിലാക്കാനുള്ളത്? ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഓടിച്ചെന്ന് ആ വിവരം ആ മൃഗത്തിനോട് പറഞ്ഞേക്കണ്. അതിൻ്റെ ആവശ്യം എന്താ? അതങ്ങനെയല്ലേ വേണ്ടത്? അവർ നമ്മുടെ തൊട്ട അയൽവക്കമല്ലേ. സത്യേട്ടൻ ഇവിടെ ഇല്ലാന്നുള്ള വിവരം അവരറിയണ്ടേ? എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവരല്ലേ സഹായിക്കാനുള്ളൂ. ആർച്ചേ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ കുറച്ച് ദിവസം കാണില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ നിന്റെ ഉത്തരവാദിത്വം അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇതൊന്നും ഇവിടെ നടക്കൂല. ഇത് ഭയങ്കര കഷ്ടമാണല്ലോ. കഷ്ടമാണ്. ഞാൻ മനസ്സമായിട്ട് അവിടെ ജോലിക്ക് പോകണമെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി നിന്നേ പറ്റുള്ളൂ. അപ്പൊ എന്റെ ജോലിയോ? അത് വേണ്ടെന്ന് അങ്ങോട്ട് മാറ്റി വെക്കണം. ശരി, ഞാൻ പോവാ. ഇനി മാറ്റി പറയരുത്. ഇല്ല. കുറച്ച് കഴിയുമ്പോ സത്യേട്ടന് വേറെ എന്തെങ്കിലും തോന്നലുണ്ടാവും. അപ്പൊ സത്യേട്ടൻ പറയും പോണ്ടാന്ന്. ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞതിന് ശേഷം മാറ്റി പറയാൻ പറ്റില്ല. ഇനി ഒരു മാറ്റവും ഇല്ല. നീ വിളിച്ചു പറഞ്ഞോ. ഹലോ അച്ഛ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇല്ല, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ഞാനും മോളും കൂടെ അങ്ങോട്ട് വരുന്നു. ഒരു 4-5 ദിവസത്തേക്ക്. ഇല്ല, സത്യേട്ടനില്ല. സത്യേട്ടൻ കുറച്ച് തിരക്കില്ല. ശരി. അതെ. ആണോ? എന്ന്? ഓ ഈശ്വരാ, അപ്പൊ ഞാൻ വരുന്ന സമയം കറക്റ്റ് ആയല്ലോ. എല്ലാം കൂടെ ഒത്തു വന്നു. ശരി അച്ഛാ, ഞാൻ വിളിക്കാം. സത്യേട്ടാ, ഒരു കാര്യം അറിഞ്ഞോ? നമ്മുടെ ശിവൻകുട്ടി ഗൾഫിൽ നിന്ന് വരുന്നു. ഞാൻ പോവാൻ തീരുമാനിച്ച സമയം കറക്റ്റാ. ഏത് ശിവൻകുട്ടി? ഏത് ശിവൻകുട്ടിന്നോ?
നമ്മുടെ ശേഖരമാമന്റെ മകൻ ശിവൻകുട്ടി. ഓ, എത്ര നാളായെന്നറിയാം അവൻ വീട്ടിൽ വന്നിട്ട്. കാണാൻ കുതിച്ചിരിക്കുകയായിരുന്നു. ഈശ്വരാ, ഇപ്പൊ എല്ലാം കൂടെ കറക്റ്റായി. എന്റെ ദൈവമേ, പട മേടിച്ച് പന്തളത്തിൽ നിന്നപ്പം പന്തംകുളത്തിൽ പടയെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. വലിയ സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറയാൻ പോവാ. പറ, എന്താ ഭയങ്കര സന്തോഷ വാർത്ത? കേട്ടാ നിനക്ക് ഭയങ്കര സന്തോഷമാവും. ഞാനേ ഇന്ന് സ്റ്റേഷനിൽ പോയി നിന്നെ പറ്റി ഇങ്ങനെ കുറേ ആലോചിച്ചു. എന്നെ പറ്റിയോ? നീ പറയുന്ന പല കാര്യങ്ങളും ഞാൻ കേൾക്കാറില്ലല്ലോ. അങ്ങനെ ചെയ്യുമ്പോ നിനക്കുണ്ടാവുന്ന വിഷമത്തെക്കുറിച്ചും ഞാൻ ആലോചിക്കാറില്ല. എന്നിട്ട് ഇപ്പൊ ആലോചിച്ചോ? ആലോചിച്ചു, ശരിക്കും ആലോചിച്ചു. അതുകൊണ്ട് നിനക്ക് സന്തോഷം ഉണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. സത്യം എന്ത് പറ്റി? തല എവിടെയെങ്കിലും ഇടിച്ചോ? ആർച്ച, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. എന്നാ പറ. അതെ, നീ അച്ഛനെ കാണാൻ പോണോന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചില്ലല്ലോ. പക്ഷെ ഇന്ന് സമ്മതിച്ചല്ലോ. അതെ, അതെന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ലെന്ന് എനിക്കറിയാം. സത്യം ഉണ്ടെങ്ങാനും പോകുമ്പോ ഞാൻ അപ്പുറത്തെ ഡോക്ടർ കൂടെ ചാടി പോകുന്ന പേടിച്ചിട്ടല്ലേ? ആർച്ച, എനിക്ക് അങ്ങനെ ചാടി പോകുന്ന പേടിയൊന്നുമില്ല. ഞാൻ നിന്റെ അച്ഛനെ നീ കാണാൻ പോണെങ്കിൽ പൊക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെ പോകാൻ സമ്മതിച്ച. ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പുതിയ സന്തോഷ വാർത്ത എന്താന്ന് പറ. ആർച്ചേ, ഇതിനിപ്പോൾ ഞാൻ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഞാനും കൂടി നിന്റെ കൂടി വന്ന അതല്ലേ കുറച്ചുകൂടെ നല്ലത്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചെല്ലുന്നത് കാണുമ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമാവില്ലേ? ഇല്ലേ? സന്തോഷമൊക്കെ ആവും. പക്ഷെ സത്യത്തിന് ലീവ് കിട്ടണ്ടേ? സാധാരണഗതിയിൽ ലീവ് കിട്ടൂല. പക്ഷെ നമ്മൾ തന്ത്രപരമായിട്ട് കാര്യങ്ങൾ നീക്കി കഴിഞ്ഞാൽ ലീവ് കിട്ടും. അതെന്ത് തന്ത്രം? ആർച്ചേ, അതിപ്പോ എനിക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയെന്ന് വെക്കുക. എൻ്റെ കൈക്കോ കാലിനോ ഒരു പരിക്കുണ്ട്. ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ലീവ് തന്നല്ലേ പറ്റൂ, ഇല്ലേ? ആ, അപ്പോൾ അതിൻ്റെ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഈ അപകടം പറ്റി എന്നുള്ളതൊന്ന് സ്ഥാപിച്ചെടുക്കണം. അതെങ്ങനെ സ്ഥാപിക്കും? അതായത് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാത്രം ആയിക്കഴിഞ്ഞാലും അത് CI സാറിന് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അത് പുലിവാലാവും. ഞാൻ നമ്മുടെ വീട്ടിൻ്റെ പുറകുവശത്തുള്ള മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് എൻ്റെ കാലിൻ്റെ ലിഗമെൻറ്റിന് ചെറിയൊരു ഫ്രാക്ചർ സംഭവിച്ചു എന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാര്യം നീ ഒന്ന് CI സാറിനെ വിളിച്ച് പറയുകയും കൂടി ചെയ്യണം. അപ്പോൾ CI സാർ വിശ്വസിക്കും, ലീവ് തരുകയും ചെയ്യും. ഞാനോ? ആർച്ച, നീ പറഞ്ഞ വിശ്വസിക്കും. എന്നാലും ഇതൊക്കെ വേണം സത്യേട്ടാ. ആർച്ചേ, നമ്മൾ രണ്ടുപേരും കൂടി നിന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുന്ന രംഗം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതെ, ഇതുപോലെ കൊച്ചു സന്തോഷങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ കള്ളങ്ങൾ പറയുന്നതിൽ ഒരു തെറ്റുമില്ല അല്ലേ? ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു തരാം, നീ സംസാരിക്കും. നീ സാറിനോട് പറഞ്ഞാൽ മതി. ഹലോ സർ, ഞാൻ സത്യപാലിന്റെ വൈഫ് ഉണ്ണിയാർച്ചയാ. സാറേ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. സത്യേട്ടന് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. അയ്യോ, പേടിക്കാനൊന്നുമില്ല. നമ്മുടെ വീടിന്റെ മരത്തിന്റെ മോളിന്നേ താഴോട്ട് വീണ് കാലിന്റെ ലിഗമെന്റിന് ഒരു ചെറിയ ഫ്രാക്ചർ. അപ്പോൾ ഒരാഴ്ച റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ലീവ് ആപ്ലിക്കേഷനും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുത്തു വിടുന്നുണ്ട്. ആ, ശരി സർ, താങ്ക് യു. രക്ഷപ്പെട്ടു. എൻ്റെ ആർച്ചേ, ഇത്രേ ഉള്ളു സംഭവം. സത്യേട്ടനോട് സൂക്ഷിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ലീവ് ഇന്ന് തന്നെ അപ്രൂവ് ആവും. കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഞാൻ തന്നെ വേണമല്ലോ. അപ്പൊ നമുക്ക് നാളെ തന്നെ പോയാലോ? പിന്നെന്താ, വേണമെങ്കിൽ ഇന്നേ പോവാം. എന്നാലും നമ്മൾ ചെല്ലുന്ന സ്ഥിതിക്ക് ശിവൻകുട്ടിയോടെ അവിടെ വേണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നേനെ. നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. എന്താ, നാളെ നമുക്ക് പരിചയപ്പെടാമല്ലോ. ഇല്ലെന്നേ, അവന്റെ ലീവ് ക്യാൻസലായി. ഇനി 6 മാസത്തേക്ക് നാട്ടിലേക്കില്ല. നേരത്തെ പറയാതെ അതിന് സത്യേട്ടൻ വന്നിട്ട് പറയാന്ന് വെച്ചു. ഞാൻ വന്നപ്പോ പറയണ്ടേ ഇത്? ഒരു സന്തോഷ വാർത്തയും കൊണ്ടുവരുമ്പോ ശിവൻകുട്ടിയുടെ കാര്യമാണോ പറയുന്നേ? എന്റെ ദൈവമേ, എന്റെ ഒരാഴ്ചത്തെ ലീവ്.